അങ്ങനെ നന്ദുവിനോട് തർക്കിക്കുകയാണ് ജലജ അഭിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി. എന്നാൽ നന്ദു ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്, ഒരു കാരണവശാലും അഭിക്ക് ഞാൻ ജാമ്യം കൊടുക്കില്ല, അത്രമാത്രം വലിയ തെറ്റാണ് അവൻ ചെയ്തത്. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട്, എന്നാൽ അഭിയെ കാണാൻ എന്തെങ്കിലും വിലക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല, പോയി കണ്ടോളൂ എന്ന് നന്ദു പറയുകയാണ്. അങ്ങനെ ജലജ അഭിയെ കാണാൻ പോകുന്ന സമയത്ത് വക്കീൽ നന്ദുവിനോട് പറയുന്നുണ്ട്, സ്വന്തം ചേച്ചിയുടെ ഭർത്താവല്ലേ, എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്തൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് നന്ദു പറയുകയാണ്, തെറ്റ് ചെയ്തത് എൻ്റെ അച്ഛനായാലും ഞാനൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല, ആ കാര്യത്തിൽ എനിക്ക് വലിയ നിർബന്ധമാണ് എന്നും പറയുകയാണ് നന്ദു. അങ്ങനെ ജലജ അഭിയെ കാണാൻ പോകുന്ന സമയത്ത് അഭിക്കാണെങ്കിൽ വലിയ സങ്കടമാണ്. അഭി സങ്കടപ്പെട്ടുകൊണ്ട് പറയുകയാണ്, അമ്മേ ഇനി എന്താണ് ചെയ്യുക, എങ്ങനെയെങ്കിലും എനിക്ക് ജാമ്യം കിട്ടണം. അന്നേരം ജലജ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മോനെ, അവൾ ഒരിക്കലും ജാമ്യം നൽകില്ല എന്ന ഒറ്റ വാശിയിലാണ്. ആ നന്ദു എന്ന് പറയുന്നവളോട് അമ്മ ഒരുപാട് തവണ പറഞ്ഞതാണ്, എന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവൾ തയ്യാറല്ല. അന്നേരം അഭി പറയുന്നുണ്ട്, എന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും റിമാൻഡ് ചെയ്യും, പിന്നെ ഞാൻ ജയിൽ പുള്ളിയല്ലേ എന്ന് പറയുകയാണ്. അമ്മ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല മോനെ, ആ കുടുംബം മൊത്തം തകർക്കണം മോനി, അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറയുന്നുണ്ട് ജലജ. അങ്ങനെ ജലജ അവിടെ നിന്ന് പോരുന്നു. പിന്നീട് കനകയും ഗോവിന്ദനും നയനയും എല്ലാം കാണിക്കുന്നുണ്ട്. അവർക്കെല്ലാം അഭിയുടെ കാര്യം ആലോചിക്കുമ്പോൾ വലിയ വിഷമത്തിലാണ്. ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാണ്, ആ അഭി ഒരുത്തം കാരണമാണ് ആ കുടുംബം നശിക്കുന്നത്. നവ്യമോളോട് തെളിവ് സഹിതം എല്ലാ കാര്യങ്ങളും പറയാമായിരുന്നു, അതിനും പറ്റാത്ത അവസ്ഥയാണ്. നവ്യമോളാണെങ്കിൽ അവൻ്റെ കള്ളത്തരങ്ങളൊന്നും മനസ്സിലാക്കുന്നുമില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദേവയാനി അങ്ങോട്ട് വിളിക്കുന്നത്. ഞാൻ നന്ദാവനത്തിൽ കുറച്ച് ദിവസം താമസിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഞാൻ നന്ദാവനത്തിലേക്ക് പോയത് കൊണ്ട് തന്നെ ദേവയാനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നയനയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ദേവയാനി വിളിച്ചു. അന്നേരം നയന പറയുന്നുണ്ട്, അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, എനിക്ക് യാതൊരു വിഷമവുമില്ല എന്നൊക്കെ പറയുകയാണ് നയന. അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട്, കനക അടുത്തുണ്ടോ എന്ന്. ഉണ്ട് എന്ന് നയന പറയുന്നുണ്ട്. എന്നാൽ മോള് കനകയുടെ കയ്യിൽ ഫോൺ കൊടുക്ക്, കുറച്ച് സംസാരിക്കട്ടെ എന്ന് ദേവയാനി പറയുന്നുണ്ട്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, നയനയുടെ കാര്യം കനക നന്നായി നോക്കണം, കനക നോക്കൂ എന്ന് എനിക്കറിയാം, എന്നാലും പറയുകയാണ്, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നയനയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നന്നായി നോക്കുന്നുണ്ട് എന്ന് കനക പറയുകയാണ്. അന്നേരം കനക പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഞങ്ങൾക്ക് കഷ്ടകാലമാണെന്ന് തോന്നുന്നത്, നന്ദൂട്ടിൻ്റെ കല്യാണം മുടങ്ങി, ഇപ്പോൾ നന്ദുവിൻ്റെ അവസ്ഥയാണെങ്കിൽ ഇങ്ങനെയുമായി, ഇതിനിടയിൽ ആകെയുള്ള സന്തോഷം നയനമോളുടെ കാര്യം മാത്രമാണ് എന്നൊക്കെ പറയുകയാണ്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അഭി ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ആദർശ് അത് ഏറ്റെടുത്തത് അവരുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയാണ്, നവ്യയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാണ്, എന്നിട്ടൊന്നും അവനത് മനസ്സിലാക്കുന്നില്ല. അവൻ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനൊരുത്തം കാരണം ഈ കുടുംബം എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അവനറിയില്ല, എന്നിട്ടും വീണ്ടും വീണ്ടും അവനും ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം നയന പറയുന്നുണ്ട്, കണ്ടോ അമ്മയ്ക്ക് ആകെ വിഷമമാണ്, ഞാനിവിടെ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല, പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജാനകിയെ അജയനുമാണ്. എന്തിനാണ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് അജയൻ ജാനകിയോട് ചോദിക്കുന്നുണ്ട്. നീ എൻ്റെ മരുമകളെ കുറിച്ച് ആലോചിക്കുകയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആവശ്യം ഇനിയില്ല, അവൾ ചെയ്ത എല്ലാ കള്ളത്തരങ്ങളും തെളിവ് സഹിതം കണ്ടുപിടിച്ചതല്ലേ, അത് മാത്രമല്ല അവൾ ഇനി ഇങ്ങോട്ട് വരികയുമില്ല, എൻ്റെ അനിയുടെ ഭാര്യയായി അവൾ ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുകയാണ് ജാനകി. അന്നേരം അജയൻ പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിൽ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ, ഇനിയും നീ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിന്നെ കുടുംബത്തിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഞാൻ എല്ലാം മനസ്സിലാക്കി, എന്തായാലും എൻ്റെ മകൻ്റെ ഭാര്യയായി ഇനി ആ അനാമിക വരണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, അനിയുടെ ഭാര്യയായിട്ട് ഒരിക്കലും ആ നന്ദു വരാൻ ഞാൻ സമ്മതിക്കില്ല, എനിക്കറിയാവുന്ന ഒരുപാട് നല്ല പെൺകുട്ടികളുണ്ട്, എൻ്റെ മകന് നല്ലൊരു പെൺകുട്ടിയെ ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം എന്ന് പറയുകയാണ് ജാനകി. അതിന് നന്ദുവിൻ്റെ കാര്യം ഇപ്പോൾ ആരാ പറഞ്ഞത്, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അജയൻ പറയുമ്പോൾ എനിക്കറിയാം ഇവിടെ പലരുടെയും മനസ്സിൽ അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹം നടക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം, അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറയുകയാണ് ജാനകി. ഒരു കുടുംബത്തിലെ 3 മക്കൾ ഒരു വീട്ടിലേക്ക് വരണ്ട, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പ്രശ്നമുണ്ടാക്കും എന്ന് ജാനകി പറയുന്നുണ്ട്. അന്നേരം ജാനകി പറയുന്നുണ്ട്, അഭി തെറ്റ് ചെയ്തപ്പോൾ നിങ്ങളെല്ലാവരും പ്രതികരിച്ചു, എന്നാൽ ആദർശ് തെറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്കാർക്കും ഒന്നും പ്രതികരിക്കാനുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അന്നേരം അജയൻ പറയുന്നുണ്ട്, ആദർശിൻ്റെ കാര്യം നീ പറയണ്ട, അതിലൊരുപാട് സത്യങ്ങളുണ്ട്, പക്ഷെ നീ ഒരിക്കലും വിശ്വസിക്കില്ല, എനിക്ക് ആരെയും മനസ്സിലാക്കാനുള്ള കഴിവില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അജയൻ. അന്നേരം ജാനകി പറയുന്നുണ്ട്, എൻ്റെ മരുമകളുടെ കള്ളത്തരം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല, പക്ഷെ ഞാനിപ്പോൾ അങ്ങനെയല്ല, എനിക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് പോവുകയാണ്. അന്നേരം ജാനകിക്കാണെങ്കിൽ വലിയ സംശയം തോന്നുകയാണ്.
എല്ലാവരും എന്തിനാണ് ആദർശിനെ അംഗീകരിക്കുന്നത്? അങ്ങനെ ജാനകി ദേവയാനിയോട് പോയി ചോദിക്കുന്നുണ്ട്. ആദർശ് തെറ്റ് ചെയ്തിട്ടും അച്ഛനുൾപ്പെടെ എല്ലാവരും ആദർശിനെ അംഗീകരിച്ചു, ഏട്ടത്തിയെ അംഗീകരിച്ചു. എന്താണ് സത്യം, എനിക്ക് അറിയണമെന്ന് പറയുകയാണ് ജാനകി. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ആദർശ് നയനിയോട് പറഞ്ഞത് അവൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നാണ്. ഇതിനുള്ളിൽ എന്തോ ഒരു ചതിയുണ്ട് എന്ന്. എൻ്റെ മകൻ ഒരിക്കലും കള്ളം പറയില്ല, അവൻ ഒരിക്കലും തെറ്റും ചെയ്യില്ല. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ആ കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ടാണ് അംഗീകരിച്ചതെന്ന് ദേവയാനി പറയുന്നുണ്ട്. ഏട്ടത്തി എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. എന്താണ് ഏട്ടത്തി കാര്യം? തുറന്നു പറയണമെന്ന് ജാനകി പറയുന്ന സമയത്ത് അതൊന്നുമില്ല, അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ, ഇനി നീ അതിൻ്റെ പിറകെ നടക്കണ്ട എന്ന് പറയുന്നുണ്ട് ദേവയാനി. അന്നേരം ജാനകി പറയുന്നുണ്ട്, ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കൊരിക്കലും പറയാൻ കഴിയില്ല. എന്നാൽ ഇതിൻ്റെ പിറകിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് എന്നോട് പറയണം എന്ന് പറയുകയാണ് ജാനകി. അന്നേരം ജാനകി പറയുന്നുണ്ട്, സത്യം എന്തായാലും ഒരിക്കലും എല്ലാവരും അറിയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ജാനകി പോവുകയാണ്. അങ്ങനെ ദേവയാനി ചിന്തിക്കുന്നുണ്ട്, ഇവളോട് സത്യം പറയാമായിരുന്നു, പക്ഷെ എപ്പോഴാണ് ഇവൾ കൂറുമാറുക എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് മനസ്സിൽ ഓർക്കുന്നുണ്ട് ദേവയാനി. അങ്ങനെ അതും പറഞ്ഞ് ജാനകി പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്താണ് ജലജയെ കാണുന്നത്. അങ്ങനെ ജലജ പറയുകയാണ്, നീ കണ്ടല്ലോ, എൻ്റെ അബി ഒരു കേസിൽപ്പെട്ടപ്പോൾ എല്ലാവരും കൂടി അവനെ കുറ്റക്കാരനാക്കി. ഇതാ പറയുന്നത് ഞാനും എൻ്റെ മോനും ഇവിടെ പുറമ്പോക്കാണെന്ന്. ഇത് നിനക്ക് മനസ്സിലായില്ലേ? അന്നേരം ജാനകി പറയുന്നുണ്ട്, അബി ചെയ്തത് തെറ്റ് തന്നെയാണ്, അതിന് ന്യായീകരിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. ആ സമയം ജലജ മറ്റൊരു കാര്യം എടുത്തിടുകയാണ്. എടി, നിന്റെ മരുമകൾ ഒരു പാവമായിരുന്നു, എല്ലാവരും കൂടി അവളെ കുറ്റക്കാരിയാക്കി. മാത്രമല്ല നിന്നെ എല്ലാവരും കൂടി തെറ്റിദ്ധരിപ്പിച്ചു, അവളുമായി ശത്രുവായി. അത് കേൾക്കുമ്പോൾ ജാനകി പറയുകയാണ്, എൻ്റെ മരുമകളുടെ എല്ലാ സ്വഭാവവും എനിക്കറിയാം, തെളിവ് സഹിതം തന്നെ ഞാൻ മനസ്സിലാക്കിയതുമാണ്. അക്കാര്യത്തെക്കുറിച്ച് നീ കൂടുതൽ പറയണ്ട എന്ന് പറയുകയാണ്. കോടതിയിൽ കള്ളത്തെളിവുകളാണ് ഉണ്ടായത്, ഒരിക്കലും അനാമിക ചെയ്തിട്ടില്ല. അന്നേരം ജലജ പറയുകയാണ്, അങ്ങനെ കള്ളത്തെളിവുകളാണെങ്കിൽ എന്തുകൊണ്ട് അനാമിക അതിനെ എതിർത്തില്ല? അവൾ കുറ്റം സമ്മതിച്ചതുപോലെ തല താഴ്ത്തി നിൽക്കുകയല്ലായിരുന്നോ? അതിനർത്ഥം അവൾ അത് ചെയ്തു എന്നാണ്. ഇക്കാര്യം പറഞ്ഞുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് ഇനി വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ജലജ പിന്നീട് നവ്യയുടെ റൂമിൽ ചെന്ന് പറയുന്നുണ്ട്, കണ്ടില്ല മോളെ, അബി തെറ്റ് ചെയ്തപ്പോഴേക്കും എല്ലാവരും അവനെ കുറ്റക്കാരനാക്കി, ആദർശിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊണ്ടു നടക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് ജലജ. അത് കേൾക്കുമ്പോൾ നവ്യയും പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ്. എല്ലാവരും അബിയെ കുറ്റക്കാരനാക്കുകയാണ്. ആദർശേട്ടൻ തെറ്റ് ചെയ്തപ്പോൾ എല്ലാം നിസ്സാരമാക്കിയെടുത്തു. എന്നാൽ പണത്തിന് വേണ്ടി മാത്രമാണ് അബി ഇങ്ങനെ ചെയ്തത്, അതത്ര വലിയ തെറ്റൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ. അന്നേരം ജലജ പറയുകയാണ്, മോളെ ഇനി ഇങ്ങനെ ക്ഷമിച്ചു നിന്നിട്ട് കാര്യമില്ല, എന്തായാലും ഇവർക്കെല്ലാം തിരിച്ചടി കൊടുക്കണം. ഇപ്പോൾ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി, ഞാനേ നന്ദുവുമെല്ലാം ഇനി എൻ്റെ ശത്രുക്കളാണ്, ഇനി അവരോട് ആ രീതിയിൽ മാത്രമേ ഞാൻ പെരുമാറുകയുള്ളൂ എന്ന് നവ്യ പറയുന്നുണ്ട്. അങ്ങനെ ജലജി നവ്യയെ കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.